പുറമേരിയിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂമിന് തീപിടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. മൾട്ടി ബ്രാൻഡ് ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂമിനും യോപ്പർ ലൈറ്റ് ട്രേഡിംഗ് കമ്പനി ഹോൾസെയിൽ LED ലൈറ്റ് ഷോറൂമിലുമാണ് തീപിടിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഷോപ്പുകൾക്ക് തീപിടിച്ചത്. വടകരയിൽ നിന്നും നാദാപുരത്തു നിന്നും എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുറമേരിയിൽ വലിയൊരു അഗ്നിബാധയാണ് ഉണ്ടായിട്ടുള്ളത്. 10-30 മുറികളുള്ള ഒരു കെട്ടിടത്തിൽ വിവിധ സ്ഥാപനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വലിയൊരു നഷ്ടമാണ് അതിൻ്റെ ഉടമകളെ സംബന്ധിച്ച് സംഭവിച്ചിട്ടുള്ളത്. വിവിധ കടകൾ പ്രവർത്തിക്കുമ്പോൾ വളരെ യാദൃശ്ചികമായി ആണ് ഈ അഗ്നിബാധ ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയെന്നിപ്പോൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതിനേക്കാളേറെ അതിൻ്റെ സൂക്ഷ്മ പരിശോധന നടത്തി എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പറഞ്ഞു കേൾക്കുന്ന വിവിധ വിഷയങ്ങളുണ്ട്. അവിടെ ഒരു സ്കൂട്ടിയുടെ ഇലക്ട്രിക്കൽ കടയുണ്ട്. അതേപോലെ പൈപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ വലിയൊരു കടയുമുണ്ട്. മറ്റു ചില കടകളും ഇതിൻ്റെ വിവിധങ്ങളായ കടകളുമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് വളരെ യാദൃശ്യമായി ഇന്ന് ഈ അഗ്നിബാധ സംഭവിച്ചിട്ടുള്ളത്. ഉടമകളെ സംബന്ധിച്ച് വലിയ നഷ്ടമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. എത്ര സംഭവിച്ചു എന്നതിന് ഉടമകൾക്ക് അറിയുകയുള്ളൂ. പക്ഷേ ഏതായാലും വലിയൊരു തുക ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. ഏതായാലും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്യാൻ കഴിയുക എന്ന് അധികാരികൾ ആലോചിക്കേണ്ടതുണ്ട്. ഉടമകളുമായി ബന്ധപ്പെട്ട് ഇനി അതിൻ്റെ മറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളോ മറ്റോ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ഏതായാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ്, പോലീസ്, നാട്ടുകാർ എല്ലാവരും ചേർന്ന് ഈ തീ അണയ്ക്കാനുള്ള നല്ല പരിശ്രമം നടത്തിയതിൻ്റെ ഭാഗമായി ഒരളവോളം തീ അണഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരും നല്ല സഹായം അതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. വളരെ വേഗതയിൽ ഫയർഫോഴ്സ് എത്തിയതിൻ്റെ ഭാഗമായി ആ കടകൾ നടത്തുന്ന മേഖലകളിൽ നിന്നപ്പുറത്തേക്ക് അഗ്നിബാധയില്ലാതെ സംരക്ഷിക്കാനും കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.